ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ ജാമായ വണ്ടിയുടെ ഫുൾ എഞ്ചിൻ ഫിറ്റിംഗ് വീഡിയോ സീരീസിലെ അവസാന ഭാഗത്തെ വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയയിൽ നിന്ന്. ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സൈലൻസർ ഫിറ്റ് ചെയ്യുന്നതിന് മുൻപായി ഈ ബോട്ടം കവറിങ് ഇതിനുള്ളിലൂടെ ഇതുപോലെ കോർത്തെടുക്കണം. പിന്നീട് സൈലൻസർ ഗ്യാസ്കറ്റ് സൈലൻസറിൻ്റെ നെക്കിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വയ്ക്കാം. വണ്ടിയുടെ എഞ്ചിൻ്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് സിലിണ്ടർ ഹെഡിനുള്ളിലേക്ക് സൈലൻസറിൻ്റെ നെക്ക് ഇതുപോലെ നമുക്ക് കടത്തി വയ്ക്കണം. അതിനുശേഷം 14 മില്ലിമീറ്ററിൻ്റെ ഈ ബോൾട്ട് എഞ്ചിൻ കേസിൽ മെല്ലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. മുഴുവനായി ടൈറ്റ് ചെയ്യരുത്. സൈലൻസർ ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുന്നതിന് മുൻപായി എഞ്ചിൻ ഹെഡിൽ ഈ ഭാഗത്ത് വരുന്ന രണ്ട് 10 മില്ലിമീറ്റർ നട്ടുകൾ ഇട്ടതിന് ശേഷം അത് രണ്ടും മാറി മാറി ടൈറ്റ് ചെയ്യേണ്ടതുണ്ട്. പുതിയ സൈലൻസർ ഗ്യാസ്കറ്റ് ഇട്ടതുകൊണ്ട് എയർ ലീക്കിംഗ് ഉണ്ടാവാതിരിക്കാനാണ് ഓരോ നട്ടുകളും മാറി മാറി ടൈറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഒരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ഈ രണ്ട് നട്ടുകളും നമുക്ക് ഈക്വലായി ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എഞ്ചിൻ ഹെഡിലെ രണ്ട് നട്ടുകളും പൂർണ്ണമായി ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൈലൻസറിൻ്റെ ഈ 14 മില്ലിമീറ്റർ ബോൾട്ട് ഇവിടെ ഇട്ടതിന് ശേഷം ഒരല്പം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സൈലൻസർ ബോൾട്ടുകൾ ഇടുമ്പോൾ ആദ്യം തന്നെ ഒരു ബോൾട്ട് ഇട്ട് പൂർണ്ണമായി ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബോൾട്ട് ഇടാൻ നമുക്ക് പ്രയാസം അനുഭവപ്പെട്ടേക്കാം. ഇതൊഴിവാക്കാനാണ് രണ്ട് ബോൾട്ടുകളും ഇട്ടതിന് ശേഷം മാത്രം ടൈറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഏറ്റവും ആദ്യം കോർത്തെടുത്ത് വെച്ച ബോട്ടം കവർ എഞ്ചിൻ കേസിൽ ഈ ഭാഗത്ത് ആദ്യം ഫിക്സ് ചെയ്ത് തുടങ്ങാം. ഇവിടെ 10 മില്ലിമീറ്റർ ബോൾട്ട് ഇട്ടതിന് ശേഷം നമുക്കൊരു ടീ സ്പാനർ ഉപയോഗിച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്യാം. അതിനുശേഷം മുകൾ ഭാഗത്ത് വരുന്ന കവറിങ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഭാഗത്ത് 2 സ്ക്രൂകൾ ഇടാനുണ്ട്. ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ആവുന്നതേ ഉള്ളൂ. നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായി ഇവിടെയും ഒരു സ്റ്റാർ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാനുണ്ട്. മാഗ്നറ്റും കൂളിംഗ് ഫാനും വരുന്ന ഭാഗത്തെ കവറിന് നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യണം. ഒരു 8 മില്ലിമീറ്ററിൻ്റെ ബോൾട്ട് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതൊരു ടീ സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തൊരു സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത്. ഈ ഭാഗത്തിന് തൊട്ട് താഴെയായി ഇവിടെയും ഒരു സ്റ്റാർ സ്ക്രൂ വരുന്നുണ്ട്. എയർ സെക്ഷൻ വാൽവ് അഥവാ സെക്കൻഡറി എയർ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള എയർ സപ്ലൈയിങ് ഹോസ് നമുക്ക് എക്സോസ്റ്റ് മാനിഫോൾഡിൽ കണക്ട് ചെയ്യുന്നതിന് മുൻപായി ഇവിടെ ഒരു പാക്കിംഗ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. എൻജിൻ ഹെഡിലെ എക്സോസ്റ്റ് മാനിഫോൾഡിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് 3 ബോൾട്ടുകൾ ഇട്ട് ടൈറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, 3 ബോൾട്ടുകളും നിങ്ങൾ ജസ്റ്റ് ഇട്ട് വെച്ചതിന് ശേഷം മാത്രം പൂർണ്ണമായി ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം മൂന്നാമത്തെ ബോൾട്ട് ഇടാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ അലൈൻമെൻറ്റ് വ്യത്യാസം കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെട്ടേക്കാം. ഇവിടെയാണ് 3ാമത്തെ ബോൾട്ട് വരുന്നത്. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 3 ബോൾട്ടുകളും ഒരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് പൂർണ്ണമായും ടൈറ്റ് ചെയ്യാവുന്നതാണ്. ലോങ് ത്രെഡ് ടൈപ്പാണ് ഈ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ്. കൈകൊണ്ട് പൂർണ്ണമായും ടൈറ്റ് ചെയ്തതിന് ശേഷം പ്ലഗ് സ്പാനർ ഉപയോഗിച്ച് ഏകദേശം ഒരു 1/2 ടേണോളം ടൈറ്റ് ചെയ്താൽ മതിയാവും. ഓവർ ടൈറ്റ് ചെയ്താൽ എഞ്ചിൻ ഹെഡിലെ ത്രെഡ് പോകാൻ സാധ്യതയുണ്ട്. കാർബറേറ്റർ അസംബ്ലി ഫിക്സ് ചെയ്യുന്നതിന് മുൻപായി നമുക്ക് ഈ ഭാഗത്ത് വരുന്ന ഐസൊലേറ്റർ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഐസൊലേറ്ററിൻ്റെ ഇരുഭാഗങ്ങളിൽ ഒരു അല്പം അനാബോണ്ട് ചെറിയ തോതിൽ അപ്ലൈ ചെയ്താൽ നന്നായിരിക്കും. കാർബറേറ്റർ അസംബ്ലി വെച്ചതിന് ശേഷം ഇനി നമുക്ക് 2 10 മില്ലിമീറ്ററിൻ്റെ ബോൾട്ടുകൾ ഇരുവശങ്ങളിലും ഇട്ട് പൂർണ്ണമായും ടൈറ്റ് ചെയ്യണം. ഒരു 10 മില്ലിമീറ്ററിൻ്റെ ടീ സ്പാനർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ബെൻഡെക്സ് ഇടാം. ബെൻഡെക്സ് ഇടുന്നതിന് മുൻപായി അതിൻ്റെ ഈ ഭാഗത്തൊരു വാഷർ ഉണ്ടാവും. വാഷർ വരുന്ന ഈ ഷാഫ്റ്റ് ഈ ഹോളിനുള്ളിൽ വരുന്ന രീതിയിലാണ് ബെൻഡെക്സ് പ്രസ് ചെയ്ത് വെക്കേണ്ടത്. അതിനുശേഷം ബെൻഡെക്സിൻ്റെ ക്യാപ്പ് അഥവാ കവറിങ് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. വണ്ടിയുടെ ക്ലച്ച് കവർ ക്ലോസ് ചെയ്യുന്നതിന് മുൻപായി ബെൻഡെക്സിൻ്റെ ഒരു റബ്ബർ ബുഷ് ഈ ഭാഗത്ത് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഈ ബുഷില്ലാതെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വേരിയേറ്റർ ഗിയർ വീലിൻ്റെ ടീത്തുകൾ ബെൻഡെക്സിൽ തട്ടി ബെൻഡെക്സ് ഡാമേജ് ആവും. ഇനി നമുക്ക് ക്ലച്ച് കവർ ക്ലോസ് ചെയ്യാനുള്ള 9 ബോൾട്ടുകളിൽ 5 ബോൾട്ടുകൾ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഈ 3 ബോൾട്ടുകൾ ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. 4ാമത്തെ ബോൾട്ട് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതിന് തൊട്ട് താഴെയായി ഈ ഭാഗത്ത് വരുന്ന ബോൾട്ടിന് മറ്റുള്ളതിനെ അപേക്ഷിച്ച് അല്പം നീളം കൂടുതലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ശേഷിക്കുന്ന 4 ബോൾട്ടുകൾ ഇപ്പോൾ ഇട്ട ബോൾട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് ഇടാവുന്നതാണ്.
ഇനി നമുക്ക് എയർ ഫിൽറ്റർ അസംബ്ലി ഫിക്സ് ചെയ്ത് വെക്കാനുണ്ട്. നീളമുള്ള 2 10 മില്ലിമീറ്റർ ബോൾട്ടുകൾ ഉപയോഗിച്ചാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിലൊരെണ്ണം. രണ്ടാമത്തെ ബോൾട്ട് ഒരൽപ്പം ഇടയിലായിട്ടാണ്. വണ്ടിയുടെ ബാക്ക് ടയറിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ 10 മില്ലിമീറ്റർ ബോൾട്ട് ഇടേണ്ടത്. ഒരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ഇനി നമുക്ക് ഈ 2 ബോൾട്ടുകളും നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എയർ ഫിൽറ്ററിൽ നിന്നുള്ള ഈ കാണുന്ന ഹോസ് വാൽവ് കവറിങ്ങിൻ്റെ ഈ ഭാഗത്തുള്ള മെറ്റൽ ഹൗസിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യണം. ഈ ഭാഗത്ത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നന്നായി സീറ്റിംഗ് ആവുന്നതാണ്. എയർ ഫിൽറ്ററിൽ നിന്നുള്ള ഈ യെല്ലോ ഹോസ് കണക്ട് ചെയ്യുന്നതിന് മുൻപായി നമുക്ക് ഗിയർ ബോക്സിൽ നിന്നും വരുന്ന എയർ ഫിൽറ്ററിലേക്കുള്ള ഈ ഹോസ് ഈ ഭാഗത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കടത്തി വയ്ക്കാം. അതിനുശേഷം നേരത്തെ ബാക്കി വെച്ച 4 ബോൾട്ടിൽ ഒരെണ്ണം എടുത്ത് ഈ യെല്ലോ ഹോസ് ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാം. ഇനി ബാക്കി വരുന്ന 3 ബോൾട്ടുകളിൽ ഒരെണ്ണം നമുക്ക് ഇടാനുള്ളത് ഇവിടെയാണ്. ഒരു 8 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ഇതും നമുക്ക് ടൈറ്റ് ചെയ്യാം. ഈ ഭാഗത്ത് വരുന്ന 2 ബോൾട്ടുകൾ ഇടുന്നതിന് മുൻപായി ബ്രേക്ക് കേബിളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലാമ്പ് നമുക്ക് ഇവിടെ വെക്കാനുണ്ട്. അതുകൊണ്ട് അത് പിന്നീട് ഇടുന്നതാണ്. ക്ലച്ച് കവറിങ്ങിലെ 7 ബോൾട്ടുകളും പൂർണ്ണമായി ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഗിയർ ബോക്സിൻ്റെ താഴെ വരുന്ന ഡ്രെയിൻ ബോൾട്ട് ഒരു 12 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്യാം. ഇതാണ് 2 വീലറിൻ്റെ ഗിയർ ഓയിൽ. SAE 90 ആണ് ഇതിൻ്റെ ഗ്രേഡിംഗ്. ഈ ഗിയർ ഓയിൽ ഇതുപോലുള്ള ഒരു ഓയിൽ ക്യാനിലേക്ക് പകർത്തിയതിന് ശേഷം അപ്പർ ഡ്രെയിൻ ഹോളിലൂടെ ഇതിൻ്റെ നോസിൽ ഇതുപോലെ കടത്തി നമുക്ക് പമ്പ് ചെയ്ത് ഗിയർ ഓയിൽ ഗിയർ ബോക്സിലേക്ക് കടത്താവുന്നതാണ്. 125 മില്ലിലിറ്ററാണ് ഗിയർ ഓയിൽ കപ്പാസിറ്റി. ഗിയർ ഓയിൽ പൂർണ്ണമായി നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ഡ്രെയിൻ ഹോളിലൂടെ ഇതുപോലെ ഓവർഫ്ലോ ആയി വരുന്നതാണ്. ഇനി നമുക്ക് അപ്പർ ഡ്രെയിൻ ബോൾട്ടും തിരികെ ഇട്ടതിന് ശേഷം ഒരു 12 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് പൂർണ്ണമായും ടൈറ്റ് ചെയ്യാം. ഓവർ ടോർക്ക് കൊടുത്ത് ടൈറ്റ് ചെയ്താൽ ഗിയർ ബോക്സിലെ ത്രെഡ് പോകാൻ സാധ്യതയുണ്ട്. ഇതോടെ ഫുൾ എഞ്ചിൻ ഫിറ്റിംഗ് വീഡിയോ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്